നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 14. ഇന്ന് സെൻസെക്സിന്റെ ഈ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫെഡറൽ റിസർവിന്റെ ചെയർമാനായിട്ട് US പ്രസിഡന്റ് ട്രംപ് നാമനിർദ്ദേശം ചെയ്ത കെവിൻ വാഷിനെ US സെനറ്റ് 54 വോട്ടുകളിൽ 45 വോട്ടുകൾക്ക് അംഗീകരിച്ചു. ഏറ്റവും വലിയ നെറ്റ്വർക്കിംഗ് ഉപകരണ നിർമ്മാതാക്കളായ സിസ്കോ ഓർഡറുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേന്ദ്രീകൃത പുനഃസംഘടനയെ തുടർന്ന് ഏകദേശം 4000 ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ചൈനയിലെ 3 ദിവസത്തെ സന്ദർശനത്തിനായി US പ്രസിഡന്റ് ട്രംപ് ബീജിംഗിൽ എത്തിച്ചേർന്നെങ്കിലും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് എയർപോർട്ടിൽ എത്തിച്ചേർന്നില്ല. വൈസ് പ്രസിഡന്റാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതും. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ രഹസ്യ സന്ദർശനം UAE നിഷേധിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായിട്ട് രഹസ്യ സന്ദർശനത്തിനിടെ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് ബുധനാഴ്ച പറഞ്ഞത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് UAEയുടെ പ്രതികരണം ഔദ്യോഗികമായി തന്നെ വരികയും ചെയ്തത്. എന്നാൽ ഇന്നലെ ഇന്ത്യയിൽ വെച്ച് നടന്ന ബ്രിക്സ് പ്രതിനിധികളുടെ മീറ്റിംഗിൽ പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ഏതൊരു ഇന്ത്യൻ സംരംഭത്തെയും ഇറാൻ സ്വാഗതം ചെയ്യുന്നുമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ശ്രീ കാസിം ഗരീബാദി പറയുകയും ചെയ്തു. ഇന്ത്യയിലേക്ക് LPGയുമായി വരുന്ന MV സൺഷൈൻ എന്ന ടാങ്കർ ഹോർമുസ് കടലിലേക്ക് കടന്നതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് പുതിയ ഡെവലപ്മെന്റ്സുകളൊന്നും തന്നെ കാര്യമായിട്ട് വന്നിട്ടുമില്ല. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ JSW സ്റ്റീൽ, HAL, മുത്തൂറ്റ് ഫൈനാൻസ്, IRFC, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, സീമെൻസ് എനർജി, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, വിശാൽ മെഗാമാർട്ട് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകളും പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 23,400 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 23,600, 23,700 എന്നീ ലെവലുകളിൽ അതിശക്തമായ റെസിസ്റ്റൻസ് ഒരുപക്ഷെ നേരിട്ടേക്കാം. ഈ രണ്ട് ലെവലുകളും മറികടന്നുകൊണ്ട് വീണ്ടും നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 23,400 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് വെസ്റ്റ് ഏഷ്യയിലെ സീസ് ഫയർ നിലവിൽ വന്നതിന് ശേഷം ഏപ്രിൽ മാസത്തെ നിഫ്റ്റിയിലുണ്ടായ റാലിയുടെ 50% ഫിബനാച്ചി റീട്രേസ്മെന്റ് ലെവൽ നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ നിഫ്റ്റിക്ക് ഇന്ന് ഈ ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,200, 23,100 എന്നീ ലെവലുകളിലേക്കും തുടർന്ന് 23,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കുമുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഏപ്രിൽ മാസത്തെ WPI ഫുഡ് ഇൻഡെക്സ്, ഫ്യൂവൽ, ഇൻഫ്ലേഷൻ, മാനുഫാക്ചറിംഗ് ഡാറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. ഇന്നലെ US നിന്നും വൈകുന്നേരം 6 മണിയോടുകൂടി ഏപ്രിൽ മാസത്തെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സിന്റെ റിലീസ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് എനർജിയുടെയും സർവീസിന്റെയും കോസ്റ്റിലുണ്ടായ വർധനവിനെ തുടർന്ന് 0.5% ഉയർച്ച എക്സ്പെക്ട് ചെയ്തിരുന്നതെങ്കിൽ 1.4% ഉയർച്ച രേഖപ്പെടുത്തുകയും ഉണ്ടായത്. തൽഫലമായി 6% US പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ജമ്പ് ചെയ്യുകയും ചെയ്തു. 2022 ഡിസംബറിന് ശേഷമാണ് ഇത്രയും ഉയർന്ന തോതിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ US നിന്നും വൈകുന്നേരം 6 മണിയോടുകൂടി ഏപ്രിൽ മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് കൺസോളിഡേഷന് ശേഷം നിഫ്റ്റിക്കും സെൻസെക്സിനും നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 4,703.15 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടർന്നു. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5,869.05 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയാണ് ഉണ്ടായത്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് നേരിയ നേട്ടത്തോടുകൂടിയും ഡോക്ടർ റെഡ്ഡീസിന് 4.25% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ HDFC ബാങ്ക് ADRന് 0.25%, ICICI ബാങ്ക് ADRന് 0.5%, ഇൻഫോസിസ് ADRന് 1.5%, വിപ്രോയ്ക്ക് 2.25% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റില് PPI ഡാറ്റ മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയെങ്കിലും
ജയൻ ടെക് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ശക്തമായ നേട്ടത്തെ തുടർന്നും മാത്രമല്ല ട്രംപിന്റെ ഇഷ്ടക്കാരനായ പുതിയ ഫെഡ് ചെയർമാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് മൂലവും S&P 500നും നാസ്ഡാക്കിനും അവയുടെ റെക്കോർഡ് ഹൈയുടെ തൊട്ടടുത്തേക്കായിട്ട് എത്തിച്ചേരുവാൻ സാധിക്കുക മാത്രമല്ല S&P 500ന് 0.5%-ലേറെയും നാസ്ഡാക്കിന് 1.25%-തിനടുത്തും നേട്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും 0.5% നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-ലേറെയും ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ലേറെയും ജർമ്മൻ മാർക്കറ്റിന് 0.25%-ന്റെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഗിഫ്റ്റ് നിഫ്റ്റിയിലും ശക്തമായ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ആയതിനാൽ തന്നെ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ജപ്പാൻ മാർക്കറ്റ് 0.25%-ന്റെയും കൊറിയൻ മാർക്കറ്റ് 1.25%-തിനടുത്തും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ബ്രൻ ക്രൂഡിന്റെ വിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിലും നേരിയ ഇടിവ് അനുഭവപ്പെട്ടു. ബ്രൻ ക്രൂഡിന്റെ വില $105.68 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $101.17 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില 4702.05 എന്ന ലെവലിൽ ഫ്ലാറ്റ് ആയിട്ട് തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 0.81 എന്ന നിലയിലും മാക്സ് പെയിൻ 23,500 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നതും. ഇന്നലെ കൺസോളിഡേഷന് ശേഷം നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് നിഫ്റ്റിയുടെ RSIക്ക് നേരിയ ഉയർച്ച കൈവരിക്കുവാനുമായി 40 എന്ന ലെവലിന് തൊട്ടു മുകളിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. എങ്കിലും 23,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുക. 23,000 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ കോർട്ട് ഓഫ് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 35% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1,800 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. റവന്യൂവിലും 19% വർധനവ് രേഖപ്പെടുത്തി. കൂടാതെ 4 രൂപ പെർ ഷെയർ നിലയിൽ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. ഭാരതി എയർടെൽ നെറ്റ് പ്രോഫിറ്റില് എസ്റ്റിമേഷനെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് 34% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 16% വർധനവും രേഖപ്പെടുത്തി. 24 രൂപ പെർ ഷെയർ നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. LIC ഹൗസിംഗ് ഫൈനാൻസ് നെറ്റ് പ്രോഫിറ്റില് 9.4% വർധനവ് രേഖപ്പെടുത്തി. 10 രൂപ പെർ ഷെയർ നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഓയിൽ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റില് 62%-ന്റെയും റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 4.4%-ന്റെയും ഉയർച്ച രേഖപ്പെടുത്തി. 1 രൂപ പെർ ഷെയർ നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് ജിയോ പ്ലാറ്റ്ഫോമിന്റെ MD ആയിട്ട് ശ്രീ ആകാശ് അംബാനിയെ നിയമിച്ചു. സാഗ സിമെന്റ്സ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 73 ലക്ഷം രൂപയുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 100 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തതും. ടോട്ടൽ റവന്യൂവിലും 21% വർധനവും രേഖപ്പെടുത്തി. SKF ഇന്ത്യ 40 രൂപ പെർ ഷെയർ നിലയിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.